أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 73-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം, അവരെ നാം അയിമ്മത്തുകളാക്കി, ഇമാമുകളാക്കി ജനങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്ന, അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നാം അവർക്ക് വഹീനായി നൽകി നമസ്കരിക്കാനും നന്മകൾ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ. അതിനുശേഷമുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമൻ വനജ്ജയ്നാഹു മിനൽ ഖർയത്തില്ലതീ കാനത് തഅമലുൽ ഖബായിസ്. ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث. ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث. إنهم كانوا قوم سوء فاسقين. إنهم كانوا قوم سوء فاسقين. وأدخلناه في رحمتنا إنه من الصالحين. وأدخلناه في رحمتنا إنه من الصالحين. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله
فنجيناه وأهله من الكرب العظيم. അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വലൂത്തൻ ആതൈനാഹു. വലൂത്തൻ, ലൂത്തൻ എന്നുള്ളത് അവിടെ തൻവീൻ വേണം. വലൂത്തൻ എന്നുള്ള അവിടെ തൻവീന് ശേഷം ഹംസയാണ്. അതുകൊണ്ട് തന്നെ വലൂത്തൻ ആതൈനാഹു ഹുക്മൻ വഇൽമ. ഹുക്മൻ എന്ന് ഓതാൻ പാടില്ല, ഹുക്മൻ വഇൽമ. അവിടെ നിർത്തുകയാണെങ്കിൽ വഇൽമ. ഈ നിർത്താതെ ഓതാണെങ്കിൽ വഇൽമൻ വനജ്ജൈനാഹു. വനജ്ജൈനാഹു മിനൽ ഖറിയ. മിനൽ ഖറിയ നിർത്തുകയാണെങ്കിൽ മിനൽ ഖറിയ. നിർത്താതെ ഓതാണെങ്കിൽ മിനൽ ഖറിയത്തില്ലതി കാനത്ത് തഅമലു. കാനത്ത് തഅമലു എന്നാണ്. അത് കൂട്ടി ഓതുമ്പം കാനത്ത് തഅമലു. കാനത്ത് തഅമലു എന്ന് ഓതാൻ പാടില്ല. കാനത്ത് തഅമലുൽ ഖബായിസ്. അവിടെ നിർത്തലാണ് നല്ലത്. അപ്പൊ കാനത്ത് തഅമലുൽ ഖബായിസ് എന്നാണ് ശരിക്കുള്ളത്. പക്ഷെ കാനത്ത് തഅമലു എന്ന് ഓതാൻ പാടില്ല. കാരണം രണ്ട് അക്ഷരം, ഒരു അക്ഷരം രണ്ട് ആവർത്തിച്ചു വരുന്നു. അതാണ് ശുദ്ധ എന്ന് പറഞ്ഞു. ആദ്യത്തിന് സുക്കൂനാവും ചെയ്ത് രണ്ടാമത്തിന് ഹർക്കത്ത് ഉണ്ടാവുമ്പോൾ കാനത്ത് തഅമലു, കാനത്ത് തഅമലു, കാനത്ത് തഅമലു എന്നാണ്. പക്ഷെ അതുകൊണ്ടാണ് രണ്ടാമത്തെ താവിന് എന്തുണ്ടാവും? ശുദ്ധ ഉണ്ടാവും. അപ്പോ മിനൽ ഖറിയത്തില്ലതി കാനത്ത് തഅമലുൽ ഖബായിസ്. ഖബായിസ് എന്നാണ്. പിന്നെ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. ഖൗമ സൗഇൻ. സൂ അല്ല, സൂ വേറെ സ്ഥലത്തുണ്ട്, പക്ഷെ സൗ എന്നാണ് ഇവിടെ ഉള്ളത്. ഖൗമ സൗഇൻ ഫാസിഖീൻ. ഫാസിഖീൻ അവിടെ മത്ത് നിർത്തുന്നിടത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഫാസിഖീൻ എന്ന് പറഞ്ഞു. പിന്നെ വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ. വഅദ് ദാലിന് സുകൂനാണ്, ഹുറൂഫുൽ ഖൽഖല. വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സ്വാലിഹീൻ. അവിടെ നിർത്തുമ്പോൾ നീട്ടി നിർത്തണം. പിന്നെ വനൂഹൻ ഇദ് നാദ. വലൂത്തൻ എന്ന് പറഞ്ഞ പോലെ തന്നെ വനൂഹൻ അവിടെ തൻവീന് വെളിവാക്കണം. വനൂഹൻ എന്ന് ഓതാൻ പാടില്ല. വനൂഹൻ ഇദ് നാദ. ഇദ് നാദ, ഇദ് നാദ എന്നല്ല, ഇദ് നാദ മിൻ ഖബ്ലു. മിൻ ഖബ്ലു എന്ന് ഓതാൻ പാടില്ല. മിൻ ഖബ്ലു, മിൻ ഖബ്ലു എന്നാണ്. ബാരിൻ സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. നൂനവിടെ മണിച്ചിട്ട് ഓതണം. മിൻ ഖബ്ലു ഫസ്തജബ്ന. ഫസ്തജബ്, ബ് എന്നുള്ള സുക്കൂനാണ് ബാക്ക്, ഹുറൂഫുൽ ഖൽഖല. അപ്പൊ ബ് എന്ന് തന്നെ പറയണം. അപ്പൊ ഫസ്തജബ്ന എന്ന് ഓതാൻ പാടില്ല. ഫസ്തജബ്ന എന്നല്ല, ഫസ്തജബ്ന. ബ് ബ് ബ ബ്. ഖുതുബുജ്ജദിന് സുക്കൂന് വന്നാൽ ആ അക്ഷരം നല്ല വെളിവാക്കി തന്നെ ഉച്ചരിക്കണം. അപ്പൊ ഫസ്തജബ്ന എന്ന് ഓതാൻ പാടില്ല. ഫസ്തജബ്ന, ഫസ്തജബ്ന. ബ് ബ് എന്നുള്ള ഉച്ചാരണം തന്നെ വരണം. ഫസ്തജബ്ന ലഹു ഫനജ്ജൈനാഹു. ഫനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. കർബ് റാക്ക് സുക്കൂനാണ്. കർബിൽ അളീം. അപ്പൊ ഇതാ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് കടക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബിയും തമ്മിൽ പല നിലക്കും ബന്ധങ്ങളുണ്ട്. ഒന്ന് കുടുംബബന്ധമുണ്ട്. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബന്ധം എന്താണെന്ന വിഷയത്തിൽ ചരിത്രകാരന്മാർക്ക് ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന്റെ സഹോദര പുത്രനാണ്. എന്ന് പറഞ്ഞാൽ പിതൃപുത്രനാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബാപ്പാന്റെ സഹോദരൻ, ജ്യേഷ്ഠനാകാം അനിയനാകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന്റെ സഹോദര പുത്രനാണ് ആര്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഒന്ന് കുടുംബബന്ധമുണ്ട്, രണ്ടാമത്തെ ആദർശബന്ധമുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആര് വിശ്വസിച്ചിരുന്നു? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും കൂടിയാണെന്ത് ഷാമിലേക്ക് ഹിജ്റ പോകുന്നത്. മൂന്നാമത്തത് അവർ രണ്ടും ഏകദേശം ഒരേ നാട്ടുകാരാണ്. ഒരേ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അന്ന് ഖറിയത്താണ്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഇബ്രാഹിം നബി ഉള്ള ഗ്രാമത്തിലല്ല ആരുള്ളത്? ലൂത്ത് നബി ഉള്ളത്. ഇബ്രാഹിം നബി പക്ഷെ അടുത്തടുത്താണ്. അതുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന, അദ്ദേഹത്തിന്റെ കൗമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ് ഇബ്രാഹിം നബിന്റെ അടുക്കലൂടെ പോകുന്നത്. അപ്പൊ ഇവിടേക്കാണെന്ന് വെച്ചും ലൂത്ത് നബിന്റെ കൗമിന്റെ അടുത്തിലേക്കാണ് പോകുന്നത് പറഞ്ഞല്ലോ. അപ്പോ ഏകദേശം നാട്ടുകാരാണ്, കുടുംബബന്ധമുണ്ട്, ആദർശബന്ധവും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു, അള്ളാഹു നൽകിയിരിക്കുന്നു, ഹുക്മൻ വഇൽമ. ഹുക്ം എന്ന് പറഞ്ഞാൽ വിധിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിധികർത്താവായി നിയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനായി നിയോഗിക്കാൻ. ഒരു പ്രവാചകനാകുമ്പോഴാണ് മതത്തിന്റെ വിഷയത്തിൽ അന്തിമമായ തീരുമാനങ്ങൾക്കുള്ള അധികാരം ഉണ്ടാക്കുക. ഹിക്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഇൽമൻ, അദ്ദേഹത്തിന് നാം ഇൽമും കൊടുത്തു. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇൽമ എന്ന് പറഞ്ഞാൽ ഏത് ഇൽമാണ്? ടോർച്ച് എന്നാക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നാക്കണ ഇൽമല്ലല്ലോ. പിന്നെ ഏത് ഇൽമ്? മതപരമായ ഇൽമാണ്, ഇൽമു ശർഈ. അപ്പൊ മതപരമായ ഇൽമ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇൽമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഭൗതികമായ ഇൽമുകൾ അതും അള്ളാഹു കൊടുക്കണം തന്നെയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഇൽമാണ് ഇത് ഭൗതികമായ മതപരമായ ഇൽമ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മള് സ്കൂളും അതുപോലെ തന്നെ എല്ലാവരും നിർബന്ധമായിട്ട് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ എല്ലാവരും പഠിക്കും. പക്ഷെ ദീന് പഠിക്കാൻ അതിന് അള്ളാഹു ചില ആളുകളെ സെലക്ട് ചെയ്യോ? എല്ലാവരും സെലക്ട് ചെയ്യോ? ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഹുക്മൻ വഇൽമ. അപ്പൊ മതപരമായ വിജ്ഞാനം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും മതപരമായ വിജ്ഞാനം നൽകപ്പെട്ടാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറുകൾ കൊടുത്തു. ഒരുപാട് ഖൈറുകൾ കൊടുത്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നന്മ ദുനിയാവിലും ആഖിറത്തിലും നന്മ ഒരാൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ എന്താണ് അള്ളാഹു ചെയ്യുക? ദീനിൽ അവനെ വിവരമുള്ളവനാക്കി മാറ്റും. ഇപ്പൊ ദീൻ പഠിച്ചാൽ, വിവരം ഉണ്ടായാൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും, അതുമൂലം ആളുകൾ പിൻപറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് സഹാബത്ത്, താബിഈങ്ങൾ, തബഅത്താബിഈങ്ങൾ, മഹാരഥന്മാർ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, അപ്പൊ അതൊന്നും വേണ്ട. നമ്മൾ മലയാളത്തിൽ നിന്ന് എടുത്തു നോക്കുക, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ദിവസം 10,000-കണക്കിന് മനുഷ്യന്മാരാണ് അദ്ദേഹത്തിന് തഫ്സീർ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അമാനി മൗലവി തഫ്സീർ കേരളത്തിൽ വായിക്കപ്പെടാത്ത ദിവസമില്ലല്ലോ. എത്രയാണ് കൂലി അദ്ദേഹത്തിന് കിട്ടുക? പക്ഷെ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഉള്ള ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയുള്ള ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എഞ്ചിനീയർ വീടുണ്ടാക്കി കൊടുത്തു, അയാൾക്ക് ശമ്പളം കിട്ടി. ഇന്നും ആ എഞ്ചിനീയർ ആരും ഓർക്കുന്നുണ്ടാവോ? ആ പേരിന്റെ ഉടമസ്ഥൻ തന്നെ ഓർക്കുന്നുണ്ടാവും. ഇന്ന എഞ്ചിനീയർ ഉണ്ടാക്കിയത് ആളെന്നെ മറന്നുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ മതപരമായ വിജ്ഞാനം എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വഖുർ റബ്ബി സിനിമ സൂറത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധനവിന് വേണ്ടി ചോദിക്കാൻ ആവശ്യപ്പെട്ട ഒരേ കാര്യം ഇതുള്ളൂ, ഇൽമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇൽമ എന്നുള്ളത് നമ്മൾ ചില ആൾക്കാരുടെ കുറെ ഇടങ്ങേറായാലും ചിലപ്പോൾ ഒന്നും പഠിക്കാൻ കഴിയൂല. നല്ല മെനക്കേടുണ്ടാവും. പക്ഷെ ചില ആൾക്കാർ വലിയ മെനക്കേടൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർ ഇൽമുള്ളവരായി മാറും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി, മുഹദ്ദിഥീങ്ങളായ ആളുകളൊക്കെ അവരൊക്കെ അള്ളാഹു തെരഞ്ഞെടുത്ത് ഇതിനു വേണ്ടി പ്രത്യേകമായി
പിന്നെ തെരഞ്ഞെടുത്ത് അവർ ആ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തവരായിരുന്നു. ഇപ്പൊ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പൊ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ ഈ 2000 ജീവിച്ച ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പിന്നെ ഉമർ ഫല്ലാത്ത എന്ന് പറയുന്ന സൗദിയിലെ ഒരു പണ്ഡിതനുണ്ട്. നമ്മൾ അബ്ദുസമദ് കാത്തിബിന്റെ കേമുലയുടെ മകൻ അബ്ദുസമദ് കാത്തിബിന്റെ മരുമകനായിരുന്നു അദ്ദേഹം. ഷെയ്ഖ് നാസറുദ്ദീൻ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഉമർ ഫുല്ലാത്ത എന്ന് പറയുന്ന അദ്ദേഹം മരിച്ച് അദ്ദേഹം നല്ല പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അയൽവാസിയായിരുന്നു ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അൽബാനിയുടെ ജീവിതത്തെ സംബന്ധിച്ച്. അദ്ദേഹം ഒരു മിനിറ്റ് പോലും വെറുതെക്കൂല. ഷെയ്ഖ് അൽബാനി അദ്ദേഹം വാച്ച് നന്നാക്കുന്ന ആളായിരുന്നു, എന്നാൽ വാച്ച് മെക്കാനിക്കറായിരുന്നു. ആ ജോലി സമയം അദ്ദേഹം ജോലി ചെയ്യും. വീട്ടിൽ എപ്പോൾ പോയാലും കിതാബ് തുറന്നു വെച്ചിട്ടുണ്ടാകും കുറെ. അദ്ദേഹം ഒരു മിനിറ്റ് ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ആ സംസാരിക്കാൻ ചെന്ന വിഷയം മാത്രം സംസാരിക്കും, ബടായി പറഞ്ഞിക്കൂല. അത് അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു അദ്ദേഹം ആരാണ്? ഒരു ഹദീസ്, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് അല്ലാത്ത ഒരു ഹദീസ് ലോകത്ത് ഒരു മുഹദ്ദിസ് ഒരാൾ പറഞ്ഞാൽ അത് ഹറമിലെ സുദൈസ് മസ്ജിദ് നബവിന്റെ അല്ലെങ്കിൽ മസ്ജിദ് ഹറാമിന്റെ മെമ്പർമെന്നാണെങ്കിലും സഹഹുൽ അൽബാനി ഹദീസിനെ സഹീഹ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ കൂടെ ചേർത്ത് പറയപ്പെടുന്ന ഒരു നാമമായി ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി മാറി. എത്രയാണ് അദ്ദേഹത്തിനൊക്കെ കിട്ടുന്ന പ്രതിഫലം! അപ്പൊ അതുകൊണ്ടാണ് ഇൽമ്, ദീനിയായ ഇൽമ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നൂറാണ്. അല്ലാഹു നമുക്ക് എല്ലാവരും നൽകി തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അത് പിന്നെ വിജ്ഞാനം, പ്രവാചകന്മാർക്ക് വിജ്ഞാനം അല്ലാഹു കൊടുക്കുന്നതാണ്. അതല്ലാതെ വിജ്ഞാനം സ്വന്തം അധ്വാനിക്കണം, പക്ഷെ അധ്വാനിച്ച് ഇറച്ചി ഇൽമ കിട്ടൂല. അല്ലാഹു കൊടുക്കുന്ന ഔദാര്യാണ് ഇൽമെന്നുള്ളത്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്ന അല്ലാഹു സെലക്ട് ചെയ്ത ആളുകൾക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ അതിന് പാകപ്പെടുകയും വേണം. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു ഇൽമ കൊടുത്തു, ഹുക്ം കൊടുത്തു. വനജ്ജയ്നാഹു മിനൽ ഖർയത്തി അല്ലതി കാനത് തഅമലുൽ ഖബായിസ്. പിന്നെ അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത നിഅമത്താണ്, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. മിനൽ ഖർയത്തി അല്ലതി കാനത് തഅമലുൽ ഖബായിസ്, മോശമായ ഏറ്റവും വൃത്തികെട്ട ഒരു പ്രവർത്തനം ചെയ്തിരുന്ന ഒരു ഖർയത്തിൽ നിന്ന്, ഒരു നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചില സംഗതികൾ മനസ്സിലാക്കാണ്ട്. അപ്പൊ നമുക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖർയത്തിന്റെ പേര് സദൂം. ഈ പിന്നെ പേര് വരാനൊരു കാരണമുണ്ട്. ഇംഗ്ലീഷിലും സദൂം എന്നാണ് പറയാം. പക്ഷെ നമുക്കറിയാം, ഈ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിൽപ്പെട്ട ആളുകളാണ് ലോകത്ത് ഈ സ്വവർഗരീതി എന്ന് പറയുന്ന വൃത്തികേട് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും ആദ്യമായി തുടങ്ങിയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ സമീപിക്കുക, പെണ്ണുങ്ങളെ. ഇപ്പൊ ഈ മറ്റേ LGBT എന്നൊക്കെ പറഞ്ഞ തോന്നിയാസം അതൊക്കെ അന്ന് കാലത്ത് തന്നെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ അല്ല, ലൂത്ത് നബിന്റെ കാലത്തുണ്ട്. അപ്പൊ ഇത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആളുകൾ. ഇതിന് ഇംഗ്ലീഷിൽ സൊഡോമി എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് സദൂം, ആ പദത്തിന് സദൂം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ആ നാട് തന്നെ ആ പേരിലാണ് അറിയപ്പെട്ടത്. എന്നാൽ ആ വൃത്തികേടിലാണ് ആ നാട് തന്നെ അറിയപ്പെട്ടത്. അതായത് പുരുഷനെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, സ്ത്രീയെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ സ്വവർഗരതി. ഇത് വ്യാപകമായി നടന്നിരുന്ന ഒരു കാലഘട്ടം എന്ന് മാത്രമല്ല, അത് നടത്താത്ത, അത് ചെയ്യാത്ത ആളുകളെ ഇന്നഹു മുനാസും മുത്തത്തഹറും, ഓപ്പ് വലിയ പരിശുദ്ധൻ. ലൂത്ത് നബിന്റെ കൗമിനെ പറ്റി വേണ്ടി പറഞ്ഞു, ഇന്നഹു മുനാസും, ഓലിപ്പ് വലിയ, അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. ഒരു തിന്മ ചെയ്യുന്ന നാട്ടിൽ ചെന്നാൽ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ, ഇച്ച് പുല്ല് മുത്തക്കി ഒന്നിനോടെ. അങ്ങനെയുള്ള ചില ക്യാമ്പസിലൊക്കെ ചിലപ്പോ എല്ലാവരും താടില്ലാത്തവരൊക്കെ, പക്ഷെ നമ്മളെ കുട്ടികളെ താടിച്ച ഇച്ചിപ്പോ വലിയ മുത്തക്കി ഒന്നും പറയാം. അതെല്ലാ കാലത്തുള്ളതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് ഇതിൽ നിന്ന് മാറുന്നപ്പോ ആ ലൂത്ത് നബിനോടുള്ള എന്താ പറഞ്ഞ, ഇജ് വലിയ പരിശുദ്ധം വന്നിട്ടുണ്ട് ഇവിടെ, ഇതൊന്നും ചെയ്യാത്ത പരിശുദ്ധൻ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വൃത്തികെട്ട
ഒരു പ്രവർത്തനമാണ്. പുരുഷൻ പുരുഷനെ സമീപിക്കും, സ്ത്രീ സ്ത്രീകളെ സമീപിക്കും. ഇന്നിപ്പോ അതൊരു വിഷയമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യ രാജ്യത്ത് പോലും ഈ ഏറ്റവും വൃത്തികെട്ട ഈ പ്രവർത്തനം ഇന്ന് നിയമവിധേയമായി കഴിഞ്ഞു. തെറ്റല്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും പണ്ടേ അല്ല. അമേരിക്ക ഇപ്പൊ ഒഴിവാക്കണം. ഇപ്പൊ അവർക്ക് ബോധം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഇതിലൂടെ ഒന്ന് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്തെ ഇത് ശരിക്കും മെന്റൽ ഡിസീസ്, ഒരു മാനസിക രോഗമാണിത്. അതായത് ഫിത്രത്തിനെതിരാണല്ലോ. ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, ലോകത്ത് മനുഷ്യന്മാർ മാത്രമല്ലല്ലോ ഇത്തരം ലൈംഗികതയിൽ ഏർപ്പെടുന്നത്. ഉണ്ടല്ലോ. പക്ഷെ ഏതെങ്കിലും ഒരു മൃഗം ഒരു പുരുഷന്റെ സമീപിക്കണുണ്ടല്ലോ. ലോകത്തെ എവിടെ ഇല്ലല്ലോ. മനുഷ്യന്മാരിൽ ഈ വൃത്തികെട്ട പ്രവർത്തനം ചെയ്യുന്നത്. പക്ഷെ ആ വൃത്തികേടും അഭിമാനമായി കാണുന്ന കൗമാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, സയ്യന ശൈത്താനു സുഅ അമാലിഹിം. ഒരു മനുഷ്യന്റെ വൃത്തികേടിനെ പിശാച് എന്ത് ചെയ്യാണ്? നന്നാക്കി കാണിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ വൃത്തികേട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഒരു സംഗതി വൃത്തികേട് ചെയ്യുമ്പം അത് വൃത്തികേടാണ് എന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു യൽഹറു സിന എന്ന് പറഞ്ഞു. യക്തുറു സിന എന്നല്ല, വ്യഭിചാരം വർദ്ധിക്കുന്നല്ല പ്രവാചകൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? വ്യഭിചാരം പരസ്യമാകും. വ്യഭിചാരം പണ്ട് കാലത്തെ ഉണ്ട്, ആണും പെണ്ണുള്ള കാലത്തിന് വ്യഭിചാരം ഉണ്ട്. പക്ഷെ യൽഹറു സിന, പണ്ട് സിന ചെയ്തവരെ എങ്ങനെയാ ചെയ്തിരുന്നത്? രഹസ്യമായിട്ടാ ചെയ്തത്, ആരും കാണാത്തോടത്തുനിന്ന്. ഇന്നങ്ങനല്ല. ഇന്ന് പരസ്യമായി ചെയ്യാൻ ആളുകൾക്ക് എന്തില്ല, മടിയില്ലാത്ത കാലഘട്ടം. നിങ്ങൾ ആ ചുംബന സമരം നടന്ന നമ്മുടെ കേരളത്തിലാണ് അല്ലേ? ആലോചിച്ചു. നമ്മൾ വിചാരിച്ചത് കേരളം എന്ന് പറഞ്ഞാൽ വലിയ ആനയാണ്, ചേനയാണ്, മാനാണെന്നൊക്കെ പറഞ്ഞ് നടന്നു. അതൊക്കെ പണ്ട് കാലത്തേന് അതൊക്കെ. ഇപ്പോ അതൊക്കെ മാറി. ഇപ്പൊ എന്ത് തോന്നിവാസം ആളുകൾ ചെയ്താലും അതിനൊക്കെ ലൈക്ക് അടിക്കാനും, ആ തോന്നിവാസത്തെ ആരെങ്കിലും എതിർത്താൽ അവർക്ക് ഭയങ്കര എന്താ പറയാ, സമൂഹത്തെ പിറകോട്ട് പിടിക്കുന്ന ആളുകളൊക്കെ മാറും. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം ചെയ്തിരുന്ന വെച്ചാൽ പുരുഷന്മാരെ സമീപിക്കുന്നില്ല. എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് മലക്കൾ വന്നല്ലോ. മലക്കൾ പുരുഷന്മാരുടെ രൂപത്തിലാണ് വന്നത്. അപ്പൊ ഈ മലക്കുകളെപ്പോലും തങ്ങളുടെ വൃത്തികേടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ലൂത്ത് നബിന്റെ വീട്ടിലേക്ക് മലക്കൾ വന്നു. അപ്പൊ ആ ലൂത്ത് നബിന്റെ വീട്ടിലേക്ക് പുതിയ നല്ല സുന്ദരന്മാരായ കുറച്ച് പുരുഷന്മാർ വന്നപ്പോ ഈ നാട്ടുകാര് മുഴുവൻ ലൂത്ത് നബിന്റെ വീട്ടിലേക്ക് വന്നുന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വൃത്തികെട്ട കൗമാണ് അവർ. അവർക്ക് ആവശ്യം എന്താ വെച്ചാൽ ലൂത്ത് നബി എന്ത് ചെയ്യണം? ഇവരെ വിട്ടുകൊടുക്കണം ഈ തോന്നിയാസത്തിന്. ഇവര് മലക്കളാണ്. ലൂത്ത് നബിക്ക് പേടിയായി. അപ്പൊ ലൂത്ത് നബി പറഞ്ഞു, ഹാവുലായി ബനാത്തി, എന്റെ പെൺകുട്ടികളുണ്ട് ഇവിടെ, അവരെ കല്യാണം കഴിച്ചു തരാം, എനിക്ക് ഒരു പെൺകുട്ടികളെ വേണ്ട. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ കാണാം, അദ്ദേഹത്തിന്റെ ചിറകുകൊണ്ട് ഒറ്റയടി എടുത്തു. അവർക്ക് എല്ലാരും കണ്ണും പോയില്ല. ഖുർആനിലുണ്ട്. ഈ വന്ന ആൾക്കാരെ കണ്ണുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ആമീനാവും. അവരെ നാം അന്ധന്മാരാക്കി മാറ്റി. അതാ വന്നവർക്കുള്ള ശിക്ഷയാണ്. ആ ശിക്ഷയിൽ ഇനി വേറെ ശിക്ഷ വരാണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇത് എത്രമാത്രം വലിയൊരു മോശമായ പ്രവർത്തനമാണ്. ആ മോശമായ പ്രവർത്തനത്തെ ഇന്ന് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് ഈ സമുദായത്തിലും ഉണ്ടാകും, ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഒരു ആണും തമ്മിൽ ബന്ധപ്പെട്ട റസൂൽ പറഞ്ഞെന്താ, ഫഖ്തുലൂ എന്താ പറയാ, ഫാഇല വൽ മഫ്ഊൽ, നിങ്ങൾ ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും നിങ്ങൾ കൊന്നുകളയണം എന്നാണ് റസൂൽ പറഞ്ഞത്. അതായത് ഒരു വ്യഭിചാരം നടത്തി കഴിഞ്ഞാൽ, ഒരു ആണും പെണ്ണും ആവശ്യമില്ലാതെ ബന്ധമാക്കി കഴിഞ്ഞാൽ ആ ചെയ്തവൻ, അതായത് ആരാണോ അതിന്റെ പ്രതി, അവനെയാണ് കൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അവിവാഹിതനാണ് എറിഞ്ഞുള്ള, അല്ലെങ്കിൽ 100 അടി അടിക്കണം, നിരപരാധിനല്ല. ഇതങ്ങനല്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് ചെയ്യപ്പെട്ടവനെയും നിങ്ങൾ വധിച്ചു കളയുക എന്നാണ് വിശ്വാസം പറഞ്ഞു. മനസ്സിലായില്ലേ? ഒരു പെണ്ണും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടാളെയും കൊന്നുകളയാന്ന്. ആണാണെങ്കിൽ ആ രണ്ടാളെയും വധിച്ചു കളയണം. കാരണം ഇത് വല്ലാത്തൊരു തോന്നിവാസാണ്. പക്ഷെ ആ ഖബായിസ് ചെയ്തിരുന്ന
ഒരു നാട്ടിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്. അദ്ദേഹം ഇതിനെതിരെ ശക്തമായി പറഞ്ഞു. രാവും പകലും അദ്ദേഹത്തിനെതിരെ അവർക്ക് എതിരെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉപദ്രവിക്കുന്ന, അദ്ദേഹത്തിന് അതിഥികളെ പോലും ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു ഹബായിസ് നിങ്ങൾ ആലോചിച്ചു, ഇന്നും അത് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ സമുദായത്തിലുണ്ടാവും, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവരുണ്ടാവും. നഊദുബില്ലാ. അത് വളരെ ഗുരുതരമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെയും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ മുഅ്മിനീൻ കാണാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈംഗികാവശ്യങ്ങൾ അവൻ പൂർത്തീകരിക്കണമെങ്കിൽ ഭാര്യമാർ അല്ലെങ്കിൽ തന്റെ ഇണകൾ വലങ്കൈ ഉടമപ്പെടുത്തിയത്. ഇത് രണ്ടുമല്ലാത്തൊരു മാർഗം അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ അതിക്രമകാരിയാണ്. ഈ ആയത്ത് വിശദീകരിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സ്വയംഭോഗം പോലെയുള്ള, അതുപോലെ തന്നെ സ്വർഗരതി പോലെയുള്ള തിന്മകളൊക്കെ ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്നതൊന്നും ഹറാമാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നും വിഷയമില്ലല്ലോ. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളെ കൗമെന്നല്ല ഇപ്പൊ എന്താ പേര്, ആ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഉണ്ടായത് സ്വർഗ വിവാഹം ഉണ്ടായത് നമ്മുടെ കൗമെന്നാണല്ലോ പോകുന്നത് അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണും കല്യാണം കഴിച്ചു പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ എത്ര ഇത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു എന്താ ചെയ്തത്? രണ്ടാളും ചുട്ടുകൊന്നു. ഹദീസിലുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞ അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാ റാഷിദീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ സുന്നത്ത് എടുക്കണം, എന്റെ ഖുലഫാവിന്റെ സുന്നത്ത് എടുക്കണം. ഇതെന്തിനാ പറഞ്ഞത്? പണ്ഡിതന്മാര് പറഞ്ഞ ഈ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നടക്കാത്ത പല സംഭവങ്ങൾ ഖുലഫാ റാഷിദിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ആ ഖുലഫാ റാഷിദിന്റെ കാലഘട്ടത്തിൽ നടന്നത് നമുക്ക് എന്തുണ്ട്? മാതൃക ഉണ്ട്. മാതൃക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ സംഭവത്തെ ഖലീഫമാർ നേരിട്ടത്, അത് നമുക്ക് എന്താണ് മാതൃക. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ സുന്നത്തും ഈ പണ്ഡിതന്മാർ പറയും ഈ 40 കൊല്ലത്തിനടക്ക്, 40 കൊല്ലമാണ് ഖുലഫാ റാഷിദിന്റെ കാലഘട്ടം, ഹിജ്റ 40 വരെ. ഈ 40 വർഷത്തിനടക്കാത്ത തോന്നിവാസം ഇനി ലോകത്ത് നടക്കാനില്ല. എല്ലാ തോന്നിവാസവും എന്നോട് നടന്നിട്ടുണ്ട്. ഈ ഖുലഫാ റാഷിദുകളെ അടിച്ചമർത്തിയിട്ടുണ്ട്. അത് നമുക്കും ചില മാതൃകകളുണ്ട്. അവരെ കൂട്ടുകരിക്കുകയാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എങ്ങനെ? പല രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇവർ രൂപം തന്നെ അള്ളാഹ് മാറ്റിയിട്ടുണ്ടെന്നാ. മസ്ഖ സംഭവിച്ചു. ആദ്യം രൂപം മാറ്റി, മനുഷ്യന്റെ രൂപം മാറ്റിയിട്ട് വേറെ രൂപമാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ കീഴ്മേൽ മറിച്ചു. അതിന്റെ അടിഭാഗം നാം മുകൾ ഭാഗമാക്കി. അടി മോള് ഇതില് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്കറിയാം ലൂത്ത് നബിയുടെ ഇത്രയും അദ്ദേഹം പ്രബോധനം നടത്തിയിട്ട്, പക്ഷെ ലൂത്ത് നബിന്റെ ഭാര്യ ഇതിന് അനുകൂലമായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യ, അതുകൊണ്ടാണല്ലോ കാഫറുകളായ ആളുകൾക്കുള്ള മാതൃക ആരാണ്? ഒന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യയായിട്ടാണ് ഇംറഅത്ത് ലൂത്തിൻ എന്നുള്ള സുബ്ഹാനഹു പറഞ്ഞത്. ലൂത്ത് നബിയുടെ കാനത്ത് അമൽ ഖബായിത്ത് എന്ന് പറഞ്ഞ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഈ തോന്നിവാസത്തിന് വൃത്തികേടിന് എന്തായിരുന്നു? അനുകൂലമായിരുന്നു. ശരീരത്തില് ആ നിയമം അതായിരുന്നു, പക്ഷെ ഈ വൃത്തികേടിന് അവർ അനുകൂലമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലമ്മ ജാ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ, അതിന്റെ മുകൾ ഭാഗം നാം അടിഭാഗമാക്കി എന്ന് പറഞ്ഞാൽ അടിഭാഗം മുകൾ ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ ഭൂമി ഒന്നാകെ കീഴ്മേൽ മറിഞ്ഞു. അങ്ങനത്തെ ഒരു ഖൗമിനെ അല്ലാഹു ശിക്ഷിച്ചിട്ടില്ല, ലൂത്ത് നബിന്റെ ഖൗമല്ലാതെ. വഅംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജീലിൻ മൻബൂദ്, പ്രത്യേകം തൊട്ട് പഴിപ്പിക്കപ്പെട്ട ഒരു കല്ലിന്റെ മഴ നാം അവർക്ക് മേൽ വർഷിപ്പിച്ചു. ഒരു പ്രത്യേകതരം ചുട്ടുപഴുപ്പിച്ച കല്ല് ആ പ്രദേശത്ത് ഒന്നാകെ നശിപ്പിച്ചു കാണും. എന്നിട്ട് അല്ലാഹു പറയണ മുസവ്വമതൻ ഇൻദ റബ്ബിക്, ഈ കല്ലിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ അടുക്കൽ മുസവ്വമത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കൽ തയ്യാർ ചെയ്യപ്പെട്ട പ്രത്യേകത കല്ലാണ്.
എന്നടുത്ത വാക്ക് എന്താ അറിയോ? വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. ഈ തോന്നിവാസം ചെയ്യുന്ന അക്രമികളിൽ നിന്ന് ആ കല്ല് വിദൂരത്തല്ല എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമല്ല കല്ല് വരാം, ഇനിയും വരാം. വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. ആ കല്ല് ഇപ്പോഴും അക്രമികളായ ആളുകളിൽ നിന്നല്ല, വിദൂരത്തല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രയും മോശമായ രീതിയിലാണ് ആ കൗമിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നും അത് നമുക്ക് പോയി നോക്കി കാണാം സദോമിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ, ചാവ് തടാകം എന്ന് പറയും, ഡെഡ് സി എന്നതിന് പറയും. റെഡ് സി വേറെ ഉണ്ട്, ഡെഡ് സി. ഇന്നിപ്പോ ഇവിടുന്നൊക്കെ ടൂറൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ പോയിട്ട് ഇങ്ങനെ ചാവ് തടാകത്ത് പോയി ഇങ്ങനെ കുളിക്കുന്ന ആൾക്കാരുണ്ട്. നഊദു ബില്ലാഹി മിൻ ദാലിക്. പുണ്യൊന്നും ആഗ്രഹിക്കണ്ട. നിങ്ങൾ ആലോചിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. പോകുകയാണെങ്കിൽ തന്നെ ഇല്ലാ ബാക്കീൻ എന്നാണ് റസൂൽ പറഞ്ഞത്. റസൂൽ തബൂക്കിലേക്ക് പോയപ്പോൾ മദായിൻസാരിലൂടെ പോയിരുന്നു. അതായത് സാലിഹ് നബിന്റെ ഖൗമ് ജീവിച്ച അവരല്ലാഹു നശിപ്പിച്ച ഇന്നുണ്ട് അവിടെ മദായിൻസാരിലൊക്കെ. അവിടെ പോയപ്പോ സഹാബത്ത് എന്ത് ചെയ്തു, അവിടുത്തെ കിണറുകളിൽ നിന്നൊക്കെ വെള്ളമെടുത്ത് നല്ല എന്താ പറയാ, ആരവം കാണാണ്, അവിടെ ഇത് കാണും, അത്ഭുതം കാണാണ്. വെള്ളം ശേഖരിച്ചാൽ സ്വന്തം വെള്ളം വേഗം ഒഴിവാക്കണം, പെട്ടെന്ന് അവിടെ പോകണം, പെട്ടെന്ന് പോകണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോ പല ആളുകളും അതിൽ പോയി കിടക്കുകയാണ്, അതിൽ ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ത് അള്ളാഹുവിന്റെ അതാ പറഞ്ഞ് അത്രയും അമ്ലം, ഒരു ജീവി പോലും അതിൽ ജീവിക്കാൻ സാധ്യല്ല വെള്ളത്. അതുകൊണ്ടാണ് ബഹ്റുൽ മയ്യിത്ത് അറബി പറയും, ഡെഡ് സി. ലൂത്തിന് ഖൗമിനെ നശിപ്പിച്ച സ്ഥലം. ഒരു പരൽമീനിന് പോലും ജീവിക്കാൻ കഴിയാത്ത അത്രയും അമ്ലവും ഉപ്പൊക്കെ നിറഞ്ഞ വെള്ളമാണത്. കാരണം അതുകൊണ്ടാണ് സാന്ദ്രത കൂടുതലുള്ളതുകൊണ്ടാണ് അധികം ആളുകൾ താഴ്ന്നു പോകില്ല. അത്രയും സാന്ദ്രത കൂടി ആ വെള്ളം ലോകത്തെ ഏറ്റവും ആഴമുള്ള പ്രദേശത്തിൽ ഒന്നാണ്, ഭൂമിയിൽ ഏറ്റവും ആഴമുള്ള പ്രദേശത്തിൽ ഒന്നാണ് ഈ സദോം, ഈ പ്രദേശം എന്ന് പറയുന്നത്. അള്ളാഹു അവരെ പിടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. ഈ തോന്നിവാസം ചെയ്യുന്ന, അപ്പൊ അവിടേക്ക് ഇനി അത്യാവശ്യ ഘട്ടങ്ങളില്ലാതെ ഇവിടെ യാത്ര ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിന്റെ ഒരു രീതി. പക്ഷെ അതൊക്കെ ആളുകൾ പാലിക്കുന്നുണ്ടല്ലോ വേറെ കാര്യം. അവിടെ തങ്ങുന്നുണ്ട്. അത് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ടുണ്ട്. വെള്ളം അതേപോലെ തന്നെ. അതായത് ഈ അള്ളാഹു പറഞ്ഞില്ലേ, ഒരു വാംതർന അലൈഹി ഹിജാറത്ത്, ഒരു അമ്ല മഴ, ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകതരം അമ്ലത്വം ഈ അവിടുത്തെ ഭൂപ്രദേശത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇല്ലാതെ ചെടികളും മരങ്ങളും അവിടെ എല്ലാം നടക്കില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖൗമിനെ നശിപ്പിച്ചതിന്റെ ഒരു അടയാളമാക്കി ഇന്നും നിലനിർത്തിയിരിക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ ഇനിയും ഈ പ്രവർത്തനം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകൾ വരികയും അവരെ അതിൽ ന്യായീകരിക്കുന്ന ആളുകൾ ഇനി ഉണ്ടാവുകയും ചെയ്യും. അവർക്കൊരു ദൃഷ്ടാന്തം. അതുകൊണ്ടാണ് പറഞ്ഞു, ഈ കല്ലെന്തല്ല, ഈ അക്രമം ചെയ്യുന്ന, ഈ തോന്നിയാസം ചെയ്യുന്ന ആളുകളിൽ നിന്ന് വിദൂരത്തല്ല. മനസ്സിലായില്ലേ? അത് ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഖൗമിൽപ്പെട്ട കുട്ടികൾ പോലും അതിന് തലവെച്ച് കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഖൗം പോണത്. നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ ഖൗമിന് കിട്ടുന്ന അത്ര ദീനിന്റെ ഉപദേശം ലോകത്ത് ആർക്കാ കിട്ടണം? കൂട്ടുന്ന ആലോചിക്കാൻ ഉണ്ടോ? നമ്മുടെ സമുദായത്തിന് കിട്ടുന്ന അത്ര മതപരമായ ഉപദേശം വേറെ ഏത് ഖൗമിനെ ലോകത്ത് കിട്ടണം? സമസ്തയാണെങ്കിൽ 10ാം ക്ലാസ് വരെ എല്ലാവരും മദ്രസ പോകും. 10ഉം +2 അതിന് ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട്. മുജാഹിദ് ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങി 5ാം ക്ലാസ് വരെ പോകും. നമ്മുടെ ഹൈന്ദവ ആൾക്കാരും മദ്രസ പോകണ്ടോ? ഓരോ മതം പഠിക്കണ്ടോ? ക്രിസ്ത്യാനികൾ സൺഡേ മദ്രസ എന്തെങ്കിലും ഉണ്ടോ? എന്നും വേറല്ലേ? ഖുർആൻ ക്ലാസും വേദം, ഖണ്ഡന പ്രസംഗം, മറുപടിയും എല്ലാം കൂടി മൈക്കാർക്ക് ഒഴിവില്ല. ഉണ്ടോ? എന്നിട്ട് നമ്മുടെ ഖൗമിന്റെ അവസ്ഥ എന്താ?
എന്താണെന്നറിയില്ല, ഇത് സമൂഹത്തിന് പറഞ്ഞ് ഫതാല അലൈഹിമുൽ അമദു ഫഖസ ഖുലൂബ് എന്നുള്ള പറഞ്ഞ പോലെ ഇതൊക്കെ എന്താ വെച്ചാൽ പാരമ്പര്യ ആയിട്ട് കിട്ടിയത് കൊണ്ട് ഇതിന്റെ ഒന്നും മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ പോവാണ്. ഇതിന്റെ പുതുമ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര ഗൗരവമില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഉപദേശം പോലും ഒരു അരോചകമായി നമുക്ക് ചെക്കന്മാരൊന്നും ക്ലാസ്സിൽ നിന്ന് കിട്ടണില്ലല്ലോ. ഇത് തന്നെ ഈ റീൽസ് കണ്ട് ചെയ്യുന്നല്ലോ ഒക്കെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒക്കെയാണ്. അത് കൂടുതൽ സമയം കാണാൻ ഇതില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആളുകൾ അസ്വസ്ഥാവുമല്ലോ. അത് സമയമില്ല. എന്തെങ്കിലും നട്ടപ്പാതിരി നേരത്തെ ഫുട്ബോൾ ഉണ്ടോക്കി 1.5 മണിക്കൂർ ഉണ്ടാവില്ല, അനങ്ങൂല, കട്ടക്കിട്ട് വെടിയിട്ട് കൊണ്ട് കിട്ടും. കാരണം ചെയ്ത്താനത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ദീനം കൊണ്ട് ഉള്ളിക്ക് കയറിയാലോ പിന്നെ ഓന് പണിയില്ലല്ലോ, ഓൻ തൊള്ളിയും കട്ടി എടുക്കണ്ടേ ചെയ്ത്താന്. അവന് ഞാനിങ്ങനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടോക്കി ഇങ്ങോട്ടൊക്കെ അസ്വസ്ഥമായിരിക്കും മനസ്സ്. വല്ലാത്തൊരവസ്ഥ. ഇത് ദീന് കിട്ടാത്തതുകൊണ്ടും ഒക്കെയാണ് ഈ തോന്നിവാസങ്ങളിലേക്കൊക്കെ പോണത്. ഇന്നിപ്പോ വെച്ചാൽ ലഹരി എന്ന് പറയുമ്പോൾ ഇത് കടിമപ്പെട്ടവരാണ് ഈ അധികം ഈ തോന്നിവാസങ്ങളൊക്കെ പോവുക. ഇനി അതല്ലാതെയും സോഷ്യൽ മീഡിയന്റെ ഇപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ സിനിമകൾ തന്നെ എത്ര വൃത്തികെട്ടതാണ്. ആ സിനിമകളിലൂടെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ വരുന്നത്, ഈ സ്വർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കുട്ടികളും അതുപോലെ തന്നെ ആളുകളൊക്കെ കാണുമ്പോൾ അതൊന്നും അത്ര തെറ്റല്ല എന്നിടത്തേക്കൊരു വായനയിലേക്ക് ആളുകൾ പോകുന്ന അവസ്ഥ ഉണ്ട്. വളരെ ഗുരുതരമാണ്. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അള്ളാഹ് നശിപ്പിച്ചത് അങ്ങനെയാണ്. എന്നാൽ ഒരൊറ്റ എണ്ണത്തിനും ബാക്കിയാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയോട് പറഞ്ഞു, ഖാലു യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക ലൻ യസ്ലു ഇലൈക ഫഅസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈലി വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ല ഇംറഅതക. നിന്റെ കുടുംബത്തിന് വിശ്വാസികളായ ആളുകളെല്ലാം കൂട്ടിക്കോ, പക്ഷെ നിന്റെ ഭാര്യനെ കൂട്ടാൻ പാടില്ല. ഇന്നഹു മുസീബുഹാ വഅസാബഹു ഇന്ന മൗഇദഹും അസ്സുബ്ഹു അലൈസ അസ്സുബ്ഹു ബിഖരീബ്. സൂറത്ത് ഹൂദിൽ അതാ പറയാം. രാവിലെ സമയത്താണ് അള്ളാഹ് കീമൽ മറിച്ച്, സുബഹിന്റെ സമയത്ത്. അലൈസ അസ്സുബ്ഹു ബിഖരീബ്, ആ സുബ്ഹ് അടുത്ത് തന്നെ ഉണ്ടല്ലോ ഇല്ലയോ എന്നുള്ള ചോദിക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ തോന്നിയാസം ചെയ്ത ഇനി സുബഹി വരാണ്ട് നിങ്ങൾക്ക് പേടിച്ചോളി, സൂക്ഷിച്ചോളി. ആളുകൾക്ക് പേടിയൊന്നുമില്ല. അതൊക്കെ ഇപ്പോ പിന്നെ സമൂഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞത്, നിയമവിധേയമായി കഴിഞ്ഞത് എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അത് വളരെ പിന്നെ മോശപ്പെട്ട പ്രവർത്തനം. ഖബീസത്തുൻ എന്നുള്ള ജമ്മാണ് ഖബായിത്ത്, തഅമലുൽ ഖബായിത്ത്. അവർ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. കാനത്ത് തഅമൽ എന്നുള്ള പറഞ്ഞു, അത് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇന്നഹും കാനു. മാത്രം നിങ്ങൾ ആലോചിച്ചോക്കെ ഇപ്പൊ ഈ ആധുനിക ശാസ്ത്രം എന്തുകൊണ്ട് അമേരിക്ക നിരോധിക്കാൻ കാരണം എന്നറിയോ? ഈ പിന്നെ മങ്കി കുരങ്ങ് പനി, അതുപോലെ തന്നെ സിഫിലിസ് പോലുള്ള ഒരു മനുഷ്യൻ ഇന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ലൈംഗിക രോഗങ്ങൾ വളരെ വ്യാപകമായിക്കൊണ്ട് ഇത്തരം രാജ്യങ്ങളിലൊക്കെ പടർന്നു പിടിക്കുകയാണ്. ലൈംഗിക രോഗങ്ങൾ ആണും പെണ്ണും ബന്ധപ്പെട്ടുണ്ടായി. അത് പിടിച്ചെടുത്താൻ കഴിയണില്ല. ഇപ്പൊ ഈ എയ്ഡ്സിന്റെ ചരിത്രം തന്നെ പറയുന്ന ചില പഠനങ്ങൾ, ചെറിയ സത്യം എന്നറിയില്ല, മനുഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മനുഷ്യൻ കുരങ്ങുകളുമായി കൊണ്ട് ബന്ധപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് എയ്ഡ്സ് എന്നാണ്. കാരണം മനുഷ്യൻ എത്രമാത്രം വൃത്തികേട് ഈ മനുഷ്യന്മാർ ചെയ്യുന്നോ അത്ര സ്ട്രോങ്ങിൽ എന്ത് ചെയ്യും, രോഗം കൊടുക്കും. അതിന് അന്തം പെടും. ഇത് പരസ്യമായി ഓപ്പൺ സെക്സ് വരെ അനുവദിച്ചിരുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കക്ക് നോക്കൂ, നിങ്ങൾ അവിടെ നോക്കൂ ഇവിടെ നോക്കൂ പറഞ്ഞു. ഇപ്പൊ ആരും നോക്കാൻ പറഞ്ഞില്ല. കാരണം അവിടെ ഒക്കെ ക്ലോസ് ചെയ്ത് വന്നിക്കുക. കാരണം അവിടെ കുടുംബമില്ല, പിന്നെ ബാപ്പാരില്ല, തന്താരില്ലാത്ത കുട്ടികൾ ഉണ്ടാകാണ്. ഉത്തരവാദിത്തം എല്ലാവർക്കും. ബാപ്പാരെ നോക്കാൻ ആളില്ലാതാകാണ്. കുടുംബ വ്യവസ്ഥ തന്നെ തകരും. നമ്മളെ ആൾക്കാർ ഇപ്പൊ ഇവിടെ തുടങ്ങാൻ പോവാണ്. അവിടെ കുട്ടിച്ചോറായി അവിടെ ഒക്കെ തല തിരിഞ്ഞ് ശരിയായി വരുമ്പോഴത്തേനും ഇവിടെ തല തിരിച്ചാൻ തുറക്കാണ്. സ്കൂളിലും അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഈ തോന്നിയാസമാണ് പാഠപുസ്തകം കുട്ടികൾ പഠിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ തോന്നിയാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളതാ പിന്നെ ജെൻഡർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ട്. ജെൻഡർ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഉളുപ്പുണ്ടാവില്ല കുട്ടിക്ക്. ഈ തോന്നിയാസത്തിന് വേണ്ടി കുട്ടിയുടെ മനസ്സെന്ത് ചെയ്യാണ്, പാകപ്പെടുത്തി കൊണ്ടുവരിക. നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. അവർ തമ്മാടികളായിരുന്നു, അവർ വൃത്തികേടുകൾ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു ഈ ഖൗം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി.
അദ്ദേഹം ഹിജ്റ പോകുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇതിൽ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു വൃത്തികേട് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഇസ്ലാമികമായി കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹിജ്റ പോകണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബി ഹിജ്റ പോയത്. അവിടെ ഈമാനോട് കൂടി ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇതിലുള്ള പറയുക നമ്മുടെ റഹ്മത്തിലേക്ക് നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ലൂത്ത് നബിക്ക് അള്ളാഹു റഹ്മത്ത് കൊടുത്തു. അള്ളാഹു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള അള്ളാഹുവിന്റെ റഹ്മത്താണ് ഉദ്ദേശം. ഇന്നഹു മിനസ് സ്വാലിഹീൻ, അദ്ദേഹം ആരായിരുന്നു? സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വൃത്തികേടിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ ആ വൃത്തികേടുകളിന്റെ പൊടി പുരളാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ തഖ്വ ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ എന്താ പറയാ, ചേർന്ന് തിന്ന നാട്ടിൽ നിന്നാൽ നടുക്കണ്ട നിന്നാണെന്നാ പറയാ. എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കത്ത് നാട് ഓടുമ്പോ നടുവ് ഓടണം എന്നാണ് ആൾക്കാർ പറയാ. അത് ഇസ്ലാമിലില്ല. നാട് കൊടുക്കുക ഓടണം എന്നില്ല. നമ്മൾ ഓടുന്നിടത്തേക്ക് നാട് ഓട്ടില്ലാതെ, അല്ലെങ്കിൽ നാട് ഓടുന്നതിന് നമ്മൾ ഓടുന്ന ഏർപ്പാടില്ല ഇസ്ലാമിൽ. നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ട്, അതിലേക്ക് നമ്മൾ നിൽക്കുന്നില്ലാതെ നാട്ടുകാർ ചെയ്യണതൊക്കെ ചെയ്യാൻ നിന്നാൽ അത് ഇസ്ലാമിൽ ഉണ്ടാവില്ല. പിന്നെ ലൂത്ത് നബിന്റെ ഖൗമ് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് കടക്കണം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പറഞ്ഞ്, പിന്നെ ഇബ്രാഹിം നബിന്റെ ചരിത്രം പറഞ്ഞു, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ലൂത്ത് നബിയുടെ ചരിത്രം തമ്മിൽ ഒരു ചെറിയ സാദൃശ്യം എന്താ വെച്ചാൽ, ഈ രണ്ട് ഖൗമിനെ ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നാട് മൊത്തത്തിൽ അള്ളാഹു നശിപ്പിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പറയുന്നു വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇദ് നാദാ, അദ്ദേഹം വിളിച്ച സന്ദർഭം. നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നർത്ഥം. മിൻ ഖബ്ലു, ഇതിന് മുമ്പ്, അഥവാ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഇബ്രാഹിം നബിക്കൊക്കെ മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാ പ്രാർത്ഥിച്ചത്? നമുക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തി. 950 ലൈലം വനഹാറ, രാവും പകലും. എന്നിട്ട് എത്ര കിട്ടിയത്? വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ചില തഫ്സീറിൽ കാണാം 10-ൽ താഴെ ആളുകൾ. 10-ൽ താഴെ ആളുകൾ. എത്ര ദഅവത്ത് നടത്തിയിട്ട്? 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട്. ആ മുമ്പ് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഹിക്മത്ത് പോരാഞ്ഞിട്ടാണോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളൊരു ദഅവത്ത് നടത്തി എത്ര ആളുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു നോക്കിയാൽ മതി. ആളുകൾ സ്വീകരിക്കണ്ടല്ലെന്ന് അള്ളാഹ് തീരുമാനിച്ചോട്ടെ, അള്ളാഹ് തീരുമാനിക്കുക. അപ്പോ അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തോട് കപ്പലുണ്ടാക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു 950 കൊല്ലം ദഅവത്തെടുത്ത് ഞമ്മക്ക് ഒരൊറ്റ രണ്ടൊറ്റ ആള് പറഞ്ഞിട്ട് പിന്നെ സ്വീകരിക്കാൻ നമുക്ക് ജന്റെ പണിക്ക് പോറ് ഒരു എന്താ പറയാ, മാനസികമായി തകരല്ലോ. നിങ്ങൾ ആലോചിച്ചു അദ്ദേഹത്തിന്റെ ക്ഷമ എത്രമാത്രം ഉണ്ടാവും. 950 കൊല്ലം ഒരു കൗമിനോട് പറഞ്ഞു തന്നെ പറയാം. സുഹൃത്തുക്കൾ എല്ലാം പറയണ്ടല്ലോ, എന്റെ വിളി കേൾക്കുമ്പോൾ ഒരു ഓടിപ്പോകും, 4 വേക്കിൽ ഞാൻ ഓടും. അപ്പൊ ആ രീതിയിൽ ദഅവത്ത് നടത്തിയിട്ട് അവസാനം അല്ലാഹു അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചോനെ ഈ ഖൗമിനെ നീ ഇന്ന് രക്ഷപ്പെടുത്തണം, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അപ്പൊ ആരോടാ ചോദിച്ചത്? നൂഹ് നബി അള്ളാഹിനോട് ചോദിച്ചാൽ ഫസ്തജബ്നാ ലഹു, നാം എന്ത് ചെയ്തു? ഉത്തരം കൊടുത്തു. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ള ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നുള്ള പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളി, ഞാൻ ഉത്തരം കൊടുക്കും. ഇപ്പൊ ചില ആൾക്കാർ അത് ഉത്തരം കിട്ടണമെങ്കിൽ KSRTC കുറച്ച് നേരം ഉപയോഗിക്കും, നമുക്കവിടെ ബെൻസ് കാറിൽ പോകാം. അള്ളാഹിനേക്കാളും വേഗത്തിൽ ഉത്തരം കൊടുക്കാൻ പടപ്പുകൾക്ക് കഴിയോ? ഇല്ല, കഴിയോ?
അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളൂ. അള്ളാഹു ഉത്തരം കൊടുക്കുന്നതിനേക്കാളും വേഗത്തിൽ പടപ്പുകൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്ന ഒരാൾ വിശ്വസിച്ചാൽ തന്നെ മനസ്സിലാവുന്ന സ്ഥാനമുണ്ടോ? പിന്നെ KSRTC മെൻഷൻ പറഞ്ഞു. ആലോചിക്കുക എന്തൊക്കെ പുതിയ പുതിയ ഫസ്തജബനാലോ അള്ള പറയുന്നത് നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. എന്താ നൂഹിനെ പ്രാർത്ഥിക്കണേ? പഠിച്ചനെ വനജ്ജിനി മിൻ ഖൗമിനിൽ ഖൗമിൽ ളാലിമീൻ. എന്താണ് ഈ അക്രമികളായ ഖൗമിൽ നിന്ന് പഠിച്ച നീ എന്ന് രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് നൂഹ് നബിയോട് അള്ള പറഞ്ഞത് ഒരു കപ്പൽ ഉണ്ടാക്കിക്കോ. കാരണം നൂഹ് നബി ഒരു നജ്ജാറായിരുന്നു, ആശേരിയായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അമ്പിയാക്കന്മാരൊക്കെ പണിയെടുത്ത് ജീവിച്ച ആൾക്കാരാണ്. ആശാരിമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ടായിരുന്നു, ആട് മേയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നെ വേറെ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ അധ്വാനിച്ച് ജീവിച്ചതല്ലാതെ സമുദായത്തിന്റെ ഔദാര്യം പറ്റി ഇങ്ങനെ പിന്നെ ഞാൻ വലിയ ആളാണ് അതുകൊണ്ട് എനിക്കൊക്കെ ഇങ്ങോട്ട് ഗൂഗിൾ പേ കൂടി പറഞ്ഞാണ് ഇങ്ങനെ തട്ടിട്ട് കുത്തിരിക്കുന്ന ഏർപ്പാടല്ല. മനസ്സിലായില്ലേ? അവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ജീവിച്ച ആളുകളായിരുന്നു. ഒക്കാൻ നജ്ജാറിന് ഹദീസിൽ കാണാം, ചരിത്രത്തിൽ കാണാം. നൂഹ് നബി ആരായിരുന്നു? ആശാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? കപ്പലുണ്ടാക്കണം. ആ നാട് നിറ നിർജ്ജനമായ മരുഭൂമി പ്രദേശമാണ്. അപ്പൊ കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആളുകൾ പരിഹാസം കൂടി, ഇയാൾക്കുണ്ട ഈ പുഴയും കടലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കപ്പലുണ്ടാക്കിയ. അപ്പൊ നൂഹ് നബി എന്താ പറഞ്ഞത്? മെയിൻ ചെയ്തില്ല. അപ്പൊ നമ്മള് അതിന് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അള്ള ഒരു കാര്യം പറഞ്ഞ് അതാണ് ചെയ്യുക. ബാക്കി ഹിക്മത്ത് അള്ളാന്റെ അടുത്താണ്. നൂഹ് നബി ചിന്തിച്ചോ, എന്താ പഠിച്ചപ്പനോട് പറഞ്ഞേ കപ്പലുണ്ടാക്കി, ഇവിടെ കപ്പലുണ്ടാക്കിയിട്ട് ഇവിടെ ഓട്ടം വെള്ളം ഉണ്ടോ ഇവിടെ എന്നാരും ചിന്തിച്ചില്ല. നൂഹ് നബി ചിന്തിച്ചില്ല. അതെന്താക്ക പറഞ്ഞ ഉണ്ടാക്കന്നെ, ബാക്കി അള്ള ചെയ്തോളൂ. മറിയം ബീവിനോട് അള്ള പറഞ്ഞല്ലേ വഹുസിയിലേക്ക് വിജില്ല 9 മാസം ഗർഭം ചുമന്നിക്കണ ഈസാ നബിനെ ഗർഭം ചുമന്നിക്കണ മറിയം ബീവിനോട് അള്ള പറഞ്ഞു ആ ഈന്തപ്പനെ പോലെ ഞാൻ കുലുക്കിക്കോന്ന് പറഞ്ഞു. മറിയം ബീവി ചിന്തിച്ചോ, എന്തിനാ പഠിച്ചത്? അല്ലെങ്കിൽ തന്നെ എനിക്ക് പള്ളികൾ നീച്ചിറക്കാൻ പറ്റുക, ആളുകളെ എല്ലാം കൂടി ഇന്നെ ഒഴിവാക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോ ഈ ഒരു ആള് പോലും കുളിക്കാൻ കുലുങ്ങാത്ത ഈന്തപ്പനെ വരെ ഞാൻ പിടിച്ച് കുലുക്കണം എന്തിനാ? അള്ളാഹ്ക്ക് എനിക്ക് കുലുക്കാതെ തന്നെ തിന്നൂടെ എന്ന് ചിന്തിച്ചോ? അള്ള പറഞ്ഞ കേൾക്കുക. അപ്പൊ അള്ളതിന് മറുപടി പിന്നെ ഒരു നടപടി എടുക്കും. അത് ഫസ്തജബ്നാ ലഹു എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. മഴ വർഷിക്കാൻ തുടങ്ങി. വഫാറത്തന്നൂർ സൂറത്ത് അഹദിലൊക്കെ കാണാം, ഊതിലൊക്കെ. അടുപ്പിൽ നിന്ന് ഒരു വെള്ളം വരാൻ തരും. മഴ പെയ്തിട്ട് പിന്നെ വഫതഹ്ന അലൈഹിം അബ്വാബസ് സമായി, ആകാശത്തിന്റെ കവാടങ്ങൾ ഞാൻ തുറന്നു. ആ വരുന്ന വെള്ളം പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. ഭൂമിയിൽ നിന്ന് വെള്ളം, മുകളിൽ നിന്ന് വെള്ളം, അടിയിൽ നിന്ന് വെള്ളം, മുകളിൽ നിന്ന് വെള്ളം. വെള്ളം അങ്ങനെ പൊന്തി വരുമ്പോ അപ്പോഴാണ് കപ്പലാണ് പൊന്തി. അപ്പോഴാണ് ആളുകൾ തിരിച്ചതാ ഇത് തിരിഞ്ഞു. നൂഹ് നബി എപ്പോഴാണ് മോനെ കണ്ടത്? ആലോചിച്ച് നോക്കണം. ഇവിടെ വാ മോനെ അറിയും. അതിന് പഠിച്ചോൻ വേറെ തോഫീക്ക് കൊടുക്കൂല. അതാണ് ഓൻ പറഞ്ഞ് ഞാൻ ആ മലന്റെ മുകൾക്ക് കയറിക്കോടാ, യാസിമുനി മിനൽമ, ആ പർവ്വതത്തെ മുകൾക്ക് അടുക്കുന്നതിനും വെള്ളത്തിലല്ലോ. ഇതിപ്പോ കുറച്ചിങ്ങനെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ സാധാരണ കുറച്ച് പൊന്തിക്കാൻ അവിടെ നിന്നോളല്ലോ. ആ മലന്റെ മുകൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തുക. ഓനതാ ചിന്തിച്ച് ഓനെ അക്കലുണ്ട്, അക്കലാനിയന്, അതുകൊണ്ടാണ് സ്വീകരിക്കാതിരുന്നത്. അപ്പൊ എന്താ പറഞ്ഞ പൊന്തി പൊന്തി വന്നപ്പോഴും അപ്പൊ വെള്ളം അവന്റെയും മൂടുമെന്ന് കണ്ടപ്പോഴാണ് നൂഹ് നബി വിളിച്ചത് വനാദ ഇബ്നഹു മാന, മോനെ എന്തി കയറിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ കയറാൻ അള്ളാഹ് തൗഫീഖ് കൊടുത്തില്ല. അങ്ങനെ വഹാല ബൈനഹുൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, തെര വന്നു, അവൻ മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് നൂഹ് നബി ചോദിക്കുന്നത്, പഠിച്ചവൻ നിന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ? അപ്പോഴാണ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടത്, അഹ്ലു ബൈത്തല്ല. നിങ്ങളെ മകൾക്ക് തന്നെയാണ്, പക്ഷെ നിങ്ങൾ ആദർശം ഇല്ലാത്തതുകൊണ്ട് നിങ്ങള് അഹ്ലു ബൈത്തല്ല. ആദർശാണ് വ്യക്തിബന്ധത്തെക്കാളും കുടുംബന്ധത്തെക്കാളും വലിയ ബന്ധം ആദർശബന്ധാണ്. അപ്പൊ അവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ കയറില്ല. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം മറുപടി കൊടുത്തു. ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം, ആ വലിയ പ്രയാസ, കർബ് എന്ന് പറഞ്ഞാൽ പ്രയാസം, ബുദ്ധിമുട്ട്, ആ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി. ഈ അഹ്ലു കൊണ്ട് ഉദ്ദേശം ഏതാണ്? വിശ്വാസികളാട്ടോ, വിശ്വാസികളാവുന്ന കുടുംബമാണ് ഇവിടെ ഉദ്ദേശം. അതാണ് അഹ്ലു ബൈത്ത്. പ്രവാചകന്മാർ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാ?
പ്രവാചകന്മാർക്ക് അഹ്ലുബൈത്തുണ്ട്, റസൂലുള്ളാഹിക്ക് അഹ്ലുബൈത്തുണ്ട്, റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ നിന്നാണ് അവസാനം മഹ്ദി ഇമാം വരിക. ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരുടെ കുടുംബമാണ്, വിശ്വാസം സ്വീകരിച്ചവരുടെ കുടുംബമാണ്. അവരെ നാം എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ അള്ളാഹു ആണ് ഫസ്തജബ്നാലഹു ഫനജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, വഹ്ലു അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. കർബിൽ അദീം, കർബിൽ അദീം കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ആ വലിയ പ്രളയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷകൾ വരുത്തുക. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു അതിൽ നിന്നൊക്കെ രക്ഷ നൽകുമെന്നാണ് ഈ ആയത്തിലൂടെ, രണ്ടായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചാൽ ഇരുലോകത്തും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകും. അള്ളാഹുവിന്റെ ദീന് വിട്ട് ഈ തോന്നിവാസത്തിലേക്കും ശിർക്കിലേക്കും ഖുറാഫത്തിലേക്കൊക്കെ പോയാൽ അതിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭാഗത്ത് നിന്ന് അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഈ ആയത്തിലൂടെ